ബാലസംഘം വേനൽത്തുമ്പി കലാജാഥ കൊല്ലം ഏരിയ പരിശീലന ക്യാമ്പ് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ ആരംഭിച്ചു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വലിയ ഓടിപ്പത്താരൊക്കെ ആയിരുന്നു. പിന്നെ ഇവരെ മറ്റൊരു തരത്തിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അന്നിമ സിംഹയെ പറ്റി കേട്ടിട്ടുണ്ടോ? അന്നിമ സിംഹ UP-കാരിയാണ്. ഇത് നന്നായിട്ട് വോളിബോളെല്ലാം കളിച്ചിട്ട് ഇത് നാഷണൽ പ്ലെയറായി മാറുകയാണ്, ദേശീയ താരം. അപ്പൊ ഇതിനെന്ത് ചെയ്തു? BSF ജോലി കൊടുത്തു. ആ ജോലി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി പോകുമ്പോഴത്തേക്ക് ഈ കൊള്ളക്കാർ വളഞ്ഞിട്ടിട്ട് ഈ പെൺകുട്ടിയുടെ പണമെല്ലാം വാങ്ങിച്ചിട്ട് ഇതിനെ തൊഴിച്ച് ട്രെയിനിന്റെ പുറത്തേക്ക് എറിയുകയാണ്. പരിക്കേറ്റ് ഈ കാലില്ലാതെ 2011 ഈ കാലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സ്പോർട്സ് താരമല്ലേ. ഈ കോളേജിൽ പഠിച്ചിട്ട് തൊട്ട് അടുത്ത് ഇറങ്ങിയതാണ്. 20 വയസ്സ് മാത്രമാണുള്ളത്. അപ്പോൾ ഈ കുട്ടി ഇനി എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് കരയുകയല്ല ചെയ്തത്. ആ കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞു, അതിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നീ തോറ്റു കൊടുക്കരുത്, നീ ഇനിയും നല്ല സ്പോർട്സുകാരിയായിട്ട് തന്നെ ജീവിക്കും. ഞാൻ എങ്ങനെയാണോ നീ ചെയ്യുന്നത്? അമ്മ പറയുന്നത് കേൾക്കുക. ശരിയമ്മേ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ആ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ഇവര് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൃത്രിമ കാല് വെച്ചു. ഈ കൃത്രിമ കാലുമായിട്ട് കളിക്കളത്തിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നൽകുന്നത്. ലഹരിക്കെതിരെ ബാലസംഘം വേനൽത്തുമ്പി ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുമെന്ന് സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് D. ഷൈൻദേവ് പറഞ്ഞു. ക്യാമ്പിന്റെ ഭാഗമായി ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അനന്യ സുഭാഷിനെ ആദരിച്ചു. ബാലസംഘം കൊല്ലം ഏരിയ സെക്രട്ടറി ഷിനു സ്റ്റീഫൻ അധ്യക്ഷയായിരുന്നു. ബാലസംഘം ജില്ലാ കൺവീനർ N. അജിത് പ്രസാദ്, കൊല്ലം ഏരിയ കൺവീനർ അഡ്വക്കേറ്റ് KP ബാബു, ബാലസംഘം ഏരിയ പ്രസിഡന്റ് പവനൻ, അക്കാദമിക് കൺവീനർ TG ഷാജി, CPI കടപ്പാക്കട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. ഉണ്ണികൃഷ്ണൻ, ഏരിയ ജോയിന്റ് കൺവീനർ ഷമീർ തുടങ്ങിയവരെ പങ്കെടുത്തു. ന്യൂസ് കേരളം 24.